ഹാർപ്പിക്ക് കുട്ടികൾക്ക് കൊടുത്തിരുന്നു. അതിനുശേഷം ജിസ്മോൾ കൈഞ്ഞരമ്പ് മുറിച്ചിട്ടുണ്ട്, ഫാനിൽ തൂങ്ങാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ചെയ്തിട്ട് എങ്ങനെ പോയി എന്നുള്ള ഒരു സംശയം പൊതുവിലുള്ളതാണ്. പക്ഷേ CCTV ദൃശ്യങ്ങൾ നമ്മളെ സൂചിപ്പിക്കുന്നത് അവർ സ്കൂട്ടർ ഓടിച്ച് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡിജിറ്റൽ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ തെളിവുകൾ പുറത്തേക്ക് വരുമ്പോൾ ഇവരെല്ലാം ശരിയായ പ്രതിപട്ടികയിലേക്ക് തന്നെ വരും. അപ്പോൾ അത്രത്തോളം ഗുരുതരമായിരിക്കും. ഒരു ഫോണിലൂടെ ഒരാൾ അത്രത്തോളം ടോർച്ചർ ചെയ്യണമെങ്കിൽ ആ UK സഹോദരി ആരായിട്ടായിരിക്കണം? തീർച്ചയായും ആ സഹോദരിയും ഈ അമ്മയും ജിമ്മിയും അപ്പനും ഇതിൽ 4 പേരും ഈ ജിസ്മോളുടെയും മക്കളുടെയും മരണത്തിൽ നിർണായകമായി പങ്കുവഹിച്ചിട്ടുണ്ട്. ചേച്ചി എന്നാണ്ട് വിശേഷമൊക്കെ? എവിടെയാ ചേച്ചി? നമ്മുടെ സെക്രട്ടേറിയറ്റിൽ ആരെങ്കിലുമായിട്ട് ചേട്ടന് പരിചയമുണ്ടോ ചേച്ചി? എനിക്ക് അവിടുത്തെ ലോ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഒരു ഇത് നോക്കാൻ വേണ്ടിയായിരുന്നു, ഒരു കാര്യം നോക്കാൻ വേണ്ടിയായിരുന്നു. നിങ്ങളിപ്പോൾ എവിടെ? ഓസ്ട്രേലിയയിലാണോ അല്ലെങ്കിൽ ഇവിടെയാണോ? പനി കുറവുണ്ട് ചേച്ചി, പക്ഷേ ഇപ്പോൾ ലൂസ് മോഷനൊക്കെയാണ്. അപ്പം അതിൻ്റെ ഒരു പണിയിലാണ് നിൽക്കുന്നത് ചേച്ചി. ഞാൻ വഞ്ചിനാടിന് കയറിയിട്ടുണ്ടേ. വഞ്ചിനാട് പേട്ട 10 മണിയാകുമ്പോഴാണ് ഇവിടെ സമയം കാണിക്കുന്നത്. 10 മണിയാകുമ്പോൾ പേട്ട. ചേച്ചി ഞാൻ എന്തായാലും നോക്കിയിട്ട് പറയാം. ഞാനിന്ന് കാരണം എനിക്ക് അവിടുത്തെ ആൾ വരുന്നത് എപ്പോഴാണെന്നുള്ളതൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ. കാരണം അവിടുത്തെ ആ സെക്ഷനിലുള്ള ആളുമായിട്ടൊന്ന് സംസാരിച്ചിട്ടൊക്കെ ചെയ്യണം. എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പറയാവേ. ഓക്കെ ചേച്ചി, ഞാൻ എന്നിട്ട് വിളിക്കാം. ഞാനിപ്പോൾ നിലവിൽ എറണാകുളത്ത് നിന്ന് ട്രെയിന് പോയി വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം ഞാൻ വീട്ടിൽ ചെന്നിട്ട് നാളെ രാവിലത്തെ കാര്യം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വന്ദേഭാരതിനാകുമ്പോൾ എനിക്ക് 8:30 ആകുമ്പോഴത്തേക്കും കോട്ടയത്ത് വന്നാൽ മതി. മറ്റേതാണെങ്കിൽ എനിക്ക് 6:45 രാവിലെ വരണം. മിക്കവാറും ഞാൻ വന്ദേഭാരതിന് വരാമെന്ന് ഓർത്തുകൊണ്ടായിരിക്കുന്നത്. ഞാൻ ചെന്നിട്ട് വിളിക്കാം ചേച്ചിനെ കേട്ടോ. നാളെ രാവിലത്തെ വഞ്ചിനാടിന് ഞാൻ എത്തും തിരുവനന്തപുരം. അല്ലെങ്കിൽ മിക്കവാറും വന്ദേഭാരതിന് വന്നാലോ നോക്കും. ഏതാ ചേച്ചി നല്ലത്? വഞ്ചിനാടിന് വരുവാണെങ്കിൽ 10 മണി 6:30 ആകുമ്പോൾ കയറണം ഇപ്പം കിട്ടുവാനോട് വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പറയാം. ചേച്ചി ഞാനൊരു 7 മണി ആയപ്പോഴത്തേക്കും വീട്ടിൽ വന്നായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൊച്ചിന് രാത്രി മുഴുവൻ പനിയായിരുന്നു. അതുകൊണ്ട് രാവിലെ കൊച്ചിനെ കൂടി ഹോസ്പിറ്റലിൽ വന്ന് തിരിച്ച് ഞാൻ വീട്ടിലോട്ട് എത്തുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആകെ തിരക്കായിരുന്നു. ഇപ്പോഴാണ് ഞാൻ എൻ്റെ ഫോണൊന്ന് നോക്കുന്ന പോലും കേട്ടോ. ഓക്കെ ചേച്ചി, ശരി എന്നാൽ. സോറി കേട്ടോ പറയാഞ്ഞേൽ. ചേച്ചി ഞാനിവിടെ പെർമിഷനൊക്കെ ചേച്ചി ചൊവ്വാഴ്ചത്തേക്കെന്നും പറഞ്ഞുകൊണ്ടിരിക്കും 29-ന്. ചേച്ചിക്ക് 29-ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചേച്ചി എന്നാ ഉണ്ട് വിശേഷമൊക്കെ? എവിടെയാ ചേച്ചി? നമ്മുടെ സെക്രട്ടേറിയറ്റിൽ ആരെങ്കിലുമായിട്ട് ചേട്ടന് പരിചയമുണ്ടോ ചേച്ചി? എനിക്ക് അവിടുത്തെ ലോ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഒരു ഇത് നോക്കാൻ വേണ്ടിയായിരുന്നു, ഒരു കാര്യം നോക്കാൻ വേണ്ടിയായിരുന്നു. നിങ്ങളിപ്പോൾ എവിടെ? ഓസ്ട്രേലിയയിലാണോ അല്ലെങ്കിൽ ഇവിടെയാണോ? ഓക്കെ ചേച്ചി, ലീവ് പറയുമ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. എന്തായാലും ഹസ്ബൻഡും പറഞ്ഞേക്കുന്നത് ചേട്ടായിയോടും ചാച്ചനോടും ഒക്കെ പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. 29-ാം തീയതി ഓക്കെ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാനിപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ച് കഴിഞ്ഞപ്പോൾ അവരും ഓക്കെ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ 29-ാം തീയതി രാവിലെ അവിടെ എത്തണം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. ചേച്ചി ഞാനിപ്പോൾ ആ പുള്ളീനെ വിളിച്ചായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു 30-ാം തീയതിയേക്കാളും നല്ല ഓപ്ഷൻ 29-ആണ്. കാരണം 30-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ 31-ാം തീയതി പിന്നെ അവധിയാവും. ഇപ്പം എന്നാന്ന് പറഞ്ഞാലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ അവധിയുള്ള ദിവസങ്ങളുടെ തലേദിവസം വരുവാണെങ്കിൽ കുറച്ച് തിരക്ക് വരും. അപ്പോൾ അതുകൊണ്ട് 29-ാം തീയതി തന്നെ വരുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. പിന്നെ അവിടെയുള്ള ആളുമായിട്ടൊക്കെ ഞാൻ കോൺടാക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പം ചേച്ചി എങ്ങനെയായിരുന്നു മാറ്റ്? എന്നോട് പറഞ്ഞു 29-ാം തീയതി ഒരു 2 മണിയൊക്കെ കഴിയുമ്പോൾ വരാവുന്ന രീതിയിൽ പുള്ളിയെ മീറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവിടുന്ന് രാവിലെ 8 മണിക്കത്തെ വഞ്ചികാടിൽ കയറിയിട്ട് ചേച്ചിയുടെ കൂടെ കറങ്ങാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ കെട്ടുവനും പിള്ളേരെയും കൊണ്ടുവരും തോന്നില്ല ചേച്ചി, എങ്ങനെയാണെന്ന് അറിയത്തില്ല. കാരണം ഞാൻ പറഞ്ഞില്ല ചേച്ചി സാഹചര്യം. അപ്പം അതുകൊണ്ടൊക്കെ ആണെങ്കിൽ ചേട്ടായിക്ക് ലീവ് കിട്ടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും അന്ന് വരാൻ വഴി കുറവാണ്. ചേട്ടായും പിള്ളേരും കൊണ്ടുവരാൻ വഴിയില്ല. ഞാൻ എന്തായാലും വരാം, ചൊവ്വാഴ്ച വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അപ്രൂവലൊക്കെ മേടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ചേച്ചി ചൊവ്വാഴ്ച വേറെ ഇടപാടൊന്നും നോക്ക് ചേച്ചി. മാക്സിമം എങ്ങനെയെങ്കിലും ഒഴിവായി നിൽക്കും കേട്ടോ. ചേച്ചിക്ക് ചൊവ്വാഴ്ച 29 കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തിരുവനന്തപുരം വന്നപ്പോൾ അങ്ങനെയായി കേട്ടോ. 29-ാം തീയതി വേറെ ഇടപാടുകളൊന്നും പിടിച്ചേക്കരുത് പ്ലീസ് കേട്ടോ. ചേച്ചി നെറ്റൊക്കെ കുട്ടിയിലെ എന്നായിരിക്കുന്നു ചേച്ചി? എങ്ങനെയുണ്ട് ഇപ്പം ചേച്ചി? എന്തോ അപ്പടി വയ്യാതൊക്കെ ഇരിക്കുന്ന പോലെ ഉള്ളൂ. മുഖമൊക്കെ അപ്പടി ക്ഷീണമൊക്കെ ആണല്ലോ. സാരമില്ല, പ്രാർത്ഥിച്ചേക്കാം ചേച്ചി. ഇപ്പം എന്നാൽ നിങ്ങളന്ന് അങ്ങോട്ട് പോയതെന്നാ മെൽബണിലോട്ട് പോയായിരുന്നല്ലേ? ഓക്കെ, അങ്ങനെയൊക്കെ പോകുന്നു. സാരമില്ല, റെസ്റ്റ് എടുക്കും കേട്ടോ. ചേച്ചി എന്നാണ്ട് വിശേഷമൊക്കെ?
ചേച്ചി നമ്മുടെ ഈ ചേച്ചിയൊക്കെ ഇവിടെ ട്രിവാൻഡ്രത്ത് തിരിച്ചു വന്നു ചോദിച്ചേ. ചേച്ചി നമ്മുടെ ട്രിവാൻഡ്രത്തെ SBIയുടെ ലോക്കൽ ഹെഡ് ഓഫീസുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെടാൻ എന്തെങ്കിലും നിർവാഹമുണ്ടോ? അവിടുത്തെ ആരെങ്കിലുമായിട്ട് പരിചയമോ അല്ലെങ്കിൽ SBIയുടെ ആരെങ്കിലുമായിട്ട് എനിക്ക് അവിടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ എന്തെങ്കിലും നിർവാഹമുണ്ടോ ചേച്ചി?